ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളാണോ നിങ്ങൾ? എങ്കിൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് വിഭാഗത്തിലേക്ക് ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ബേസിക് പേ ആയിട്ട് 80,000 മുകളിലാണ് LIC നമുക്ക് നൽകുന്നത്. ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് എനി ഡിഗ്രി, നിങ്ങൾ ഏത് സബ്ജക്റ്റിൽ ഡിഗ്രി ഉണ്ടായാലും നിങ്ങൾക്ക് ഈ എക്സാമിനേഷന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി സാധാരണഗതിയിൽ ചില എക്സാംസിനൊക്കെ നമ്മളോട് ഡിഗ്രിക്ക് 50% മാർക്ക് വേണം, 60% വേണം എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ ഈ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്താൽ മതി. ജസ്റ്റ് പാസ്സുള്ളവർക്കും ഈ എക്സാമിനേഷന് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആർക്കാണ് ഈ എക്സാമിനേഷന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് പറയുന്നത്. 21 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള എല്ലാവർക്കും ഈ എക്സാമിനേഷന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇതിൽ പ്രധാനമായിട്ടും നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ എക്സാമിനേഷൻസിനും ഏജ് റിലാക്സേഷൻ ഉള്ളതുപോലെ തന്നെ SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതായത് നിങ്ങളൊരു SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 35 വയസ്സ് വരെയുള്ളവർക്ക് ഈ എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി OBC ആണെങ്കിൽ 3 വർഷം, ഇനി നമ്മളുടെ PWD ആണെങ്കിൽ നമുക്ക് 10 വർഷം എക്സ്റ്റൻഷൻ. എല്ലാ എക്സാംസിലും ഉള്ളതുപോലെ എക്സ്റ്റൻഷൻസ് ഇവിടെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. ജനറൽ കാറ്റഗറിയുടെ കാര്യമാണെങ്കിൽ 21 വയസ്സിനും 30 വയസ്സിനും ഇടയിലായിരിക്കും നിങ്ങൾക്ക് ഈ എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. 16-ാം തീയതി മുതൽ നിങ്ങൾക്ക് ഈ എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ എക്സാമിനേഷൻ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ആൻഡ് ഈ എക്സാമിനേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അടുത്ത മാസം 8-ാം തീയതിയാണ് നമ്മളുടെ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓണമൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടർ സെൻറ്റേഴ്സൊക്കെ ചിലപ്പോൾ അടച്ചിടും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ എക്സാമിനേഷൻ അപ്ലൈ ചെയ്യുക. അടുത്ത മാസം വരെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ലാസ്റ്റ് ഡേറ്റിന് വേണ്ടി കാത്തിരിക്കരുത്. ലാസ്റ്റ് ഡേറ്റിന് കാത്തിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് ഡൗൺ ആകാറുണ്ട്. അതുകൊണ്ട് ഈ ആഴ്ച തന്നെ എല്ലാവരും എക്സാമിനേഷന് അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യം ഓർക്കുക. ഇവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സിലബസ് പാറ്റേൺ ആണ്. എക്സാമിനേഷൻ എന്നാണ് വരുന്നത് എന്ന് വരെ LIC മുൻകൂട്ടി നമ്മളോട് പറയാറുണ്ട്. അതായത് എക്സാം നമുക്ക് വരാൻ പോകുന്ന പാറ്റേൺ എന്ന് പറയുന്നത് നമ്മളുടെ നവംബർ മാസം നമുക്ക് ഇതിൻ്റെ മെയിൻസ് എക്സാം ഉണ്ടായിരിക്കും. അതിന് മുമ്പായിട്ട്, അതായത് ഇപ്പം നമ്മളുടെ ഒക്ടോബർ മാസത്തിൽ ഒക്ടോബർ 3-ാം തീയതി നമ്മളുടെ എക്സാമിനേഷൻസ് ഉണ്ടായിരിക്കും. ഒക്ടോബർ 3-നാണ് പ്രിലിംസ് എക്സാമിനേഷൻ നമുക്ക് വരാൻ പോകുന്നത്. സോ പ്രിലിമിനറി എക്സാമിനേഷനും മെയിൻസ് എക്സാമിനേഷനും കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂ കൂടി നമുക്കുണ്ടായിരിക്കും. പ്രിലിമിനറി എക്സാമിനേഷൻ്റെ സിലബസ് പാറ്റേൺ അവർ കൃത്യമായി നൽകിയിട്ടുണ്ട്. നമ്മൾ ബാങ്കിങ് ഒക്കെ എക്സാമിനേഷന് വേണ്ടി പഠിക്കുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ SSC ഒക്കെ എക്സാമിനേഷന് വേണ്ടി പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു പീസ് ഓഫ് കേക്കാണ് ഈ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. കാരണം അതേ സിലബസ് തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. LIC ഇൻഷുറൻസ് സ്ട്രീംസ് എല്ലായ്പ്പോഴും ഫോളോ ചെയ്യുന്നത് ബാങ്കിങ്ങിൻ്റെ അതേ സിലബസ് തന്നെയായിരിക്കും. നിങ്ങൾ നോക്കുക, റീസണിങ് എബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് 35 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിൽ 35 മാർക്ക് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുന്നത്. 20 മിനിറ്റ് ആയിരിക്കും ടൈം ഉണ്ടായിരിക്കുന്നത്. മിനിമം ക്വാളിഫൈ ആകാൻ വേണ്ടി 35 ക്വസ്റ്റ്യൻസിൽ 16 ക്വസ്റ്റ്യൻസ് SC/ST കാൻഡിഡേറ്റ്സ് അറ്റൻഡ് ചെയ്താൽ മതി. 18 ആണ് ബാക്കി ജനറൽ കാറ്റഗറിയുടെ വരുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മാക്സും നിങ്ങൾക്ക് 35 ചോദ്യങ്ങൾ 35 മാർക്ക് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. 20 മിനിറ്റ് ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഇംഗ്ലീഷ് നമുക്ക് 30 ചോദ്യങ്ങളും 30 മാർക്കും ആയിരിക്കും ഉണ്ടാകുന്നത്. അതിനും 20 മിനിറ്റ് ആണ്. ടോട്ടൽ നമുക്ക് 1 മണിക്കൂറിൽ നമുക്ക് 100 ക്വസ്റ്റ്യൻസും 70 മാർക്കുമായിരിക്കും വരുന്നത്. ഈ 70 മാർക്ക് എന്ന് പറയുന്ന കാറ്റഗറി വരാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു ക്വാളിഫൈങ് റൗണ്ടാണ്. അതായത് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് മാർക്ക് ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. ക്വാളിഫൈ ചെയ്യാൻ വേണ്ടത് നിങ്ങൾക്ക് ആകെ 10 ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്താൽ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്യും. 30 ക്വസ്റ്റ്യൻസിൽ 10 ക്വസ്റ്റ്യൻസ് മാത്രം മാർക്കിംഗ് പാറ്റേൺ ചെയ്താൽ മതി. ഇനി നമ്മളുടെ മെയിൻസ് പാറ്റേൺ വരുന്നത് റീസണിങ്, ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, ഇൻഷുറൻസ്, ഇത്രയും ടോട്ടൽ വന്നിട്ട് നമുക്കൊരു ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഡിസ്ക്രിപ്റ്റീവ് പേപ്പറും കൂടി കാണും. ഒരു ഇമെയിലോ അല്ലെങ്കിൽ ഒരു നമ്മളുടെ പ്രസി റൈറ്റിങ്ങോ ഇതെല്ലാം ആയിരിക്കും നമുക്ക് അവിടെ ചോദിക്കുന്നത്. ഇങ്ങനെയായിരിക്കും നമ്മളുടെ എക്സാം കാറ്റഗറി വരുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി ഓർക്കുക, 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് ഈ എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. സോ എല്ലാവരും ഈ വീക്കിൽ തന്നെ ഈ എക്സാമിനേഷൻ അപ്ലൈ ചെയ്യുക. ബെസ്റ്റ് വിഷസ്.